ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് എങ്ങോട്ട് എന്നുള്ള നമ്മുടെ ആ ഒരു സീരീസിൻ്റെ അടുത്ത വീഡിയോയാണ്. നമ്മൾ വലിയൊരു ഡേറ്റ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അല്ലേ, നമ്മുടെ ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ദിവസമാണ്. ബഡ്ജറ്റിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് വീട്ടിൽ സംഭവിച്ചെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രണ്ട് ഡേറ്റയ്ക്കാണ് മാർക്കറ്റിനെ എങ്ങോട്ട് വേണം തിരിക്കാൻ കഴിവുള്ള രണ്ട് ഡേറ്റ. ഒന്ന് ബഡ്ജറ്റ്, ഒന്ന് ഈ 5-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള RBIയുടെ മീറ്റ്. ശരിക്കും ബഡ്ജറ്റിൽ നമ്മൾ കണ്ടു പ്രധാനമായിട്ടും 12 ലക്ഷം വരെയുള്ള സാലറി ഉള്ള ആൾക്കാർക്ക് അല്ലെ 12 ലക്ഷം വരെ ഇൻകം ഉള്ള ആൾക്കാർക്ക് ഉള്ള റിബേറ്റ് നമ്മൾ കണ്ടു. മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ജനറൽ ഇലക്ഷൻ്റെ പുറത്ത് ഗവൺമെന്റ് സ്പെൻഡിങ്ങിന്റെ കുറവ് മാർക്കറ്റിനെ എഫക്ട് ചെയ്യുന്നുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ്. ഈ കുറവ് ഇപ്പോഴും മാർക്കറ്റ് നികത്താനായിട്ടില്ല. അപ്പം മാർക്കറ്റിൽ കൺസെപ്ഷൻ കണ്ടമാനം വരണം, കൺസെപ്ഷനുള്ള ഒരു മണി ഫ്ലോ മാർക്കറ്റ് വരണം. ഇതൊക്കെ വന്നാൽ മാത്രമേ മാർക്കറ്റിന് ഓവറോൾ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബ് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ അഭാവമാണ് നമ്മൾ കഴിഞ്ഞ 5-6 മാസമായിട്ട് മാർക്കറ്റിൽ കാണുന്ന കാര്യം. ഇതിനോടൊപ്പം തന്നെ നാച്ചുറലി GDP താഴെ പോയി, നാച്ചുറലി മാനുഫാക്ചറിങ് ഇൻഡെക്സ് താഴെ പോയി. ഇതെല്ലാം മാർക്കറ്റിനെ ഹോളായിട്ട് അഫക്റ്റ് ചെയ്തൊരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ ബഡ്ജറ്റിൽ നമ്മൾ കണ്ടത് 12 ലക്ഷത്തിനുള്ള റിബേറ്റ് കണ്ടപ്പോഴേക്കും നമ്മളെ പ്രതീക്ഷ ഇത്രയും പൈസ മാർക്കറ്റിലേക്ക് എക്സ്ട്രാ വരുന്ന പൈസയല്ലേ മാർക്കറ്റിൽ വരാൻ സാധ്യതയുണ്ട്. അത് പല പല സെക്ടേഴ്സിൽ പോകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇപ്പം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള തോന്നൽ വെച്ച് ഒരുപക്ഷെ അത് അത് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് മ്യൂച്വൽ ഫണ്ട്സിൽ SIP ആയിട്ടുള്ള സാധ്യതയുണ്ട്. അഡീഷണൽ സേവിങ് അല്ലേ ഇത്, SIP ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബേസിക്കലി കൺസെപ്ഷൻ സൈഡിൽ ബേസിക്കലി ആൾക്കാർ കാറ് മാറാനുള്ള സാധ്യതയുണ്ട്. അവർ 4-വീലർ മാറാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ അവർ സെക്കൻഡ് ഹാൻഡ് കാർ മാർക്കറ്റിലും ഇതിൻ്റെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് വരാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. കാര്യം കൊച്ചു വണ്ടികൾ മാറിയിട്ട് വലിയ വണ്ടി, കുറച്ചുകൂടെ ലക്ഷറിയസ് വണ്ടിയിലേക്ക് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ അവർക്ക് കസ്റ്റമർ പോകാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. സ്വർണ്ണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും സോളാർ എനർജി, എല്ലായിടത്തും നമ്മൾ പല സ്ഥലത്തും പല വീടുകളിൽ കാണാൻ പറ്റും സോളാർ സിസ്റ്റം പിടിപ്പിക്കുകയാണ്. അതിന് ബാങ്ക് ചെയ്ത് ലോൺ ഉണ്ട്. ഈ ലോൺ എടുത്ത് സോളാർ പിടിപ്പിക്കാനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കും. ഒരു എക്സ്ട്രാ വരുമാനം വരുമ്പം ഈ ലോണിലേക്ക് EMI അടഞ്ഞു പോയാൽ മതിയല്ലോ. ഇതൊക്കെ അതുപോലെ തന്നെ വൈറ്റ് ഗുഡ്സ്, ബേസിക്കലി TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, വൈറ്റ് ഗുഡ്സിൻ്റെ ഒരു മാർക്കറ്റ്, ഇങ്ങനെ പല നമുക്ക് കാണാൻ സാധിക്കുന്ന പല മാർക്കറ്റിൽ പോകാനുള്ള സാധ്യതകൾ എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. ഈ അഡീഷണൽ സേവിങ് വരാൻ നേരത്ത് വലിയൊരു പ്ലസ് പോയിന്റാണ് നമ്മളെ സംബന്ധിച്ച്. ഇനിയിപ്പോൾ RBIയുടെ മീറ്റ് വരുവാണ്. RBI മീറ്റ് 5 ഫെബ്രുവരി മാസം 5-ാം തീയതി മുതൽ 7-ാം തീയതിയാണ്. 7-ാം തീയതിയാണ് RBI പുതിയ മോണിറ്ററി പോളിസിയെ കുറിച്ച് RBI ഡിക്ലെയർ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിൽ കുറവ് വരികയാണെങ്കിൽ അത് വീണ്ടും ഒരു ഇമ്പാക്ട് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് മാർക്കറ്റിന് അല്ലേ. ശരിക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് ഒരു ഇമ്പാക്ട് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ഓട്ടോമൊബൈലിന് ഇമ്പാക്ട് കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ സാധ്യതകൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇൻട്രസ്റ്റ് കുറയുമോ ഇല്ലയെന്നും നമുക്ക് പ്രഡിക്ഷൻ ഒന്നുമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താ നടക്കാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോഴും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പുതിയ ഇഷ്യൂ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഇഷ്യൂ അൺപ്രെഡിക്റ്റബിൾ നേച്ചർ ഓഫ് ഡൊണാൾഡ് ട്രംപ് ആണ്. നമ്മൾ കണ്ടല്ലേ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ചൈനയ്ക്കും എല്ലാം അഡീഷണൽ താരിഫ് ഏർപ്പെടുത്തിയ കാര്യം. ട്രേഡ് ഡെഫിസിറ്റ് ആണ് US ഈ കൺട്രീസുമായിട്ടുള്ളത്. എന്താണ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ഈ കൺട്രികളിൽ നിന്നും US ഇമ്പോർട്ട് വേഴ്സസ് US നിന്നും ഈ കൺട്രിയിലേക്കുള്ള എക്സ്പോർട്ട്സ് തമ്മിൽ ഒരു പാരിറ്റി വേണം. ഈ പാരിറ്റി ഇല്ല. ഫോർ എക്സാമ്പിൾ ചൈനയിൽ നിന്നും US എക്സ്പോർട്ട് more than $500 billion ആണ്. ചൈനയിൽ നിന്നും US എക്സ്പോർട്ട്. പക്ഷേ US നിന്നും ചൈനയിലേക്കുള്ള എക്സ്പോർട്ട് വന്നിട്ട് $150 billion ഉള്ളൂ. ദാറ്റ് മീൻസ് $350 billion ട്രേഡ് ഡെഫിസിറ്റ് ആണ് അവിടെ നടക്കുന്നത്. ഈവൻ ഇന്ത്യ എടുത്ത് നോക്കിയാൽ നമ്മുടെ ഓൺ ആൻ ആവറേജ് നമ്മൾ 70-75 ബില്യൺ ആണ് US എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ US നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് അറൌണ്ട് 40-42 ബില്യനേ ഉള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ ട്രേഡ് പ്ലസ്സിലാണ് നിൽക്കുന്നത്. US-ആയിട്ട് നോക്കാൻ നേരത്തെ നമ്മൾ ട്രേഡ് ഡെഫിസിറ്റ് ഇല്ല, ട്രേഡ് പ്ലസ്സിലാണ് നിൽക്കുന്നത്. ഈവൻ കാനഡയുമായിട്ട് ഇതുപോലെ തന്നെ കാനഡ US എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് സംതിങ് അറൌണ്ട് $450 billion മുകളിലാണ് ഒരു കൊല്ലം. പക്ഷെ കാനഡ US നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്, അതായത് US-ന്റെ എക്സ്പോർട്ട്സ് കാനഡ വന്നിട്ട് സംതിങ് അറൌണ്ട് ക്ലോസ് ടു 80-100 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ആണ്. ദാറ്റ് മീൻസ് കാനഡ എക്സ്പോർട്ട് ചെയ്യുന്ന അത്രയും ബില്യൺ അല്ല, അതിനേക്കാൾ താഴെയാണ് US കാനഡയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. ട്രംപിന്റെ ഫസ്റ്റ് നയം എന്താണെന്ന് വെച്ചാൽ ഈ ട്രേഡ് ഡെഫിസിറ്റ്സിനൊക്കെ കുറച്ച് ട്രേഡ് പാരിറ്റി കൊണ്ടുവരിക എന്നുള്ള നയത്തിലാണ് ട്രംപ് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള കൺട്രികളിൽ നിന്നുള്ള ഇമ്പോർട്ട്സിന് താരിഫ് കൂടുതൽ ചുമത്തുക. കാര്യം ഈ കൺട്രികളിലൊക്കെ പ്രഷർ വരുത്തിയാൽ ഈ കൺട്രികളിലേക്ക് US-ന്റെ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്താൽ കുറേ ട്രേഡ് ഡെഫിസിറ്റ് കുറഞ്ഞു കിട്ടും എന്നുള്ള വലിയൊരു പ്ലാനിലാണ്, വളരെ ക്ലാരിറ്റിയാണ് ആ പ്ലാനിൻ്റെ അകത്ത് ട്രംപ് വർക്ക് ചെയ്യുന്നത്. നാച്ചുറലി
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ത്യയുമായിട്ടും സംതിങ് അറൗണ്ട് ദർസ് ഈ കാനഡയുമായിട്ടോ ചൈനയുമായിട്ടുള്ള ലെവലിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ പോലും അത് നമ്മൾ കമ്പയർ ചെയ്യാൻ നേരത്ത് ഇന്ത്യയുമായിട്ടും ദർസ് എ ട്രേഡ് ഡെഫിസിറ്റ്. അത് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതൊക്കെ മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് കാണാൻ സാധിച്ചില്ലേ, ഡോളർ വേഴ്സസ് ഡോളറിന്റെ സ്ട്രെങ്ത്, ഡോളർ ഇൻഡെക്സിന്റെ ട്രെൻഡ് പോകുന്നതനുസരിച്ച് റുപ്പി വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യം. റുപ്പി 87 റുപ്പീസ് എത്തി. റുപ്പിയുടെ ഹിസ്റ്ററിയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇറോഷനാണ് 87 റുപ്പി എന്ന് പറയുന്നത്, ഹയസ്റ്റ് ഫിയർ എത്തിയിരിക്കുന്നത്. പക്ഷേ വേൾഡിലെ പല കൺട്രീസുമായിട്ട് നോക്കാൻ നേരത്ത് റുപ്പിയുടെ കുറവ്, ഡോളറിന്റെ സ്ട്രെങ്ത് കൊണ്ടുള്ള കുറവ് ഇപ്പോഴും വളരെ മീഗറാണ്, വളരെ മിനിമലാണ് ശരിക്കും. ഡോളർ 87 റുപ്പീസിന് ഡോളർ ഇൻഡെക്സുമായിട്ട് റുപ്പി 87 റുപ്പീസ് ആയി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം US-ലേക്കും UK-ലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനീസിന്, ബേസിക്കലി ഡോളറിൽ ട്രാൻസാക്ഷൻ നടന്ന കമ്പനീസിനൊക്കെ അവരുടെ നെറ്റ് പ്രോഫിറ്റ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വലിയൊരു പ്ലസ് പോയിന്റാണ്. പക്ഷെ മൈനസ് പോയിന്റ് എന്താ? എപ്പോൾ വേണേലും ട്രംപ് ഒരു ഡിസിഷൻ എടുക്കുകയാണ്, ഒരു ഇന്ത്യൻ ഗുഡ്സിനെ പുറത്ത് എന്തെങ്കിലും ഒരു അഡീഷണൽ താരിഫ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ കമ്പനികൾക്കെതിരെ വലിയ മൈനസായിട്ടും ഭവിക്കാനുള്ള സാധ്യതകൾ എപ്പോഴും മാർക്കറ്റിലുണ്ട്. സോ നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് മുൻവിധികളോ പ്രിഡിക്ഷൻസോ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു വല്ലാതെ എൻവയറമെന്റിലാണ് മാർക്കറ്റ് അറ്റ് പ്രസന്റ് നിൽക്കുന്നത്. നമ്മുടെ ട്രേഡ്സ് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്യാവുള്ളൂ. നമ്മൾ എന്താ പറയണ്ടേ, റിസൾട്ട് സീസണിന്റെ മിഡിൽ എത്തിക്കഴിഞ്ഞു. നല്ല റിസൾട്ട് കൊടുത്ത കമ്പനികളെ നമ്മൾ ശ്രദ്ധിക്കുക, ആ കമ്പനികളെ കുറിച്ച് കൂടുതൽ പഠിക്കുക. ഈ കമ്പനികളുടെ പ്രൊഡക്ട്സിന് അടുത്ത കൂട്ടം നല്ല റിസൾട്ട് കൊടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പഠിക്കുക. ഈ കമ്പനികളുടെ പ്രൊഡക്ട്സിന് അതിൻ്റെ റോ മെറ്റീരിയലിൻ്റെ മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എങ്ങനെയാണെന്നുള്ള കാര്യം ഗൂഗിൾ ചെയ്താൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഈ മൂവ്മെന്റ് അനുസരിച്ച് സപ്പോസ് ഒരു റോ മെറ്റീരിയൽ പ്രൈസ് കൂടിയാൽ ഈ പ്രൈസ് കൂടുന്നതനുസരിച്ച് കമ്പനിയുടെ പ്രൊഡക്ട്സിന് മാർക്കറ്റിൽ വില കൂട്ടാൻ കഴിവുള്ള കമ്പനിയാണെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു സെഗ്മെന്റിലാണ് കമ്പനി വർക്ക് ചെയ്യുന്നത്, ആ സെഗ്മെന്റിലെ മാർക്കറ്റ് ലീഡറാണ് കമ്പനി. ആ സെഗ്മെന്റിൽ കമ്പനിയുടെ മോട്ട് എന്ന് പറയും, MOET എന്ന് പറയും ശരിക്കും. ആ കമ്പനിയുടെ സ്പെഷ്യാലിറ്റി എന്ന് കൂട്ടിയാൽ മതി. സ്പെഷ്യാലിറ്റീസ് എന്തിനാണെന്ന കാര്യം നമ്മൾ പഠിക്കുക, എൻവയറമെന്റ് സ്കാൻ ചെയ്യുക. അതുപോലെ തന്നെ കമ്പനിയുടെ പ്രൊഡക്ട്സിന്റെ ഡിമാൻഡ്, എന്തുമാത്രം ഡിമാൻഡ് വന്നിട്ടുണ്ട്, റിസൾട്ടിൽ എന്തുമാത്രം ഇമ്പാക്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, കമ്പനിയുടെ ജിയോഗ്രഫിക്കൽ ഏരിയ എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ടോ, പുതിയ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ, പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. ട്രേഡിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യമല്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ബേസിക്സ് അത്യാവശ്യമാണ്. ആ ബേസിക്സ് പഠിച്ചാൽ മാത്രമേ ട്രേഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ബേസിക്സ് പഠിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഫണ്ട് അനാലിസിസിൻ്റെ ഒരു 5 days ഒരു ചെറിയ ഒരു വെബിനാർ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താങ്കൾക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ഫണ്ട് അനാലിസിസ് നമ്മൾ പഠിക്കുന്നത്, വാല്യുവേഷൻ നമ്മൾ പഠിക്കും, ബാലൻസ് ഷീറ്റ് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ പഠിക്കും, P&L അക്കൗണ്ട് നമ്മൾ മനസ്സിലാക്കും, ക്രെഡിറ്റ് ഏജൻസിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റഡിയാണ് ഒരു 5 days വെബിനാറിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും prosip23@gmail.com മെയിൽ ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.